ഹായ്, തലയിൽ മുത്തു പതിപ്പിച്ചിട്ടുണ്ട്. അതെ, പിന്നെയും പോയോ 2 പല്ല്? ഇല്ല, അതാ പോയ പോയ പല്ലുകളൊക്കെയാണോ തലയിൽ കോർത്തിട്ടിരിക്കുന്നത്? മീശ വരച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടുന്ന് കണ്ടിട്ട് അതുവരെ തോന്നുന്നുണ്ട്. ലിപ്സ്റ്റിക് ആണ്. മീനുട്ടി ചേച്ചിന്റെ അന്യാന് റീലില് അഭിനയിച്ചിട്ടില്ല. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പാടുന്ന ഞാനാ. അതെന്താന്നറിയാമോ, നമ്മുടെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ വെച്ചിട്ട്, അപ്പൊ എന്റെ ഏറ്റവും ഇളയ ആൾക്ക് 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവനെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാനില്ല, എനിക്കൊന്ന് 5 മിനിറ്റ് ഒന്നും ഇല്ലാതെ വളരെ കുഞ്ഞ് ഡ്യൂറേഷനുള്ള ഒരു സാധനം, ഒരു പാട്ട്. അപ്പൊ ആ പാട്ട് എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ ഇന്ന് അതറിയുന്നത്. അവർ ചെയ്തിട്ടു, അവർക്ക് അതിന് പ്രൈസ് ഒക്കെ കിട്ടി. ഗവൺമെന്റിന്റെ എന്തോ ഇതാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പാഠപുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ അകത്ത് ലാസ്റ്റ് പാടിയിരിക്കുന്നത് വാസുകി കുട്ടിയാണെന്ന്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്റെ അനിയൻ, ഏറ്റവും ഇളയാള്. അപ്പൊ ഞാനത് ഇപ്പോഴാണ് അറിയുന്നത്. നല്ല രസമുള്ളൊരു അതൊന്ന് പാടിക്കോ, 2 വരിയേ ഉള്ളൂ. ഒന്ന് പാടിത്തരൂ വാസുകി കുട്ടി. അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂലു പിണങ്ങില്ല. അച്ഛൻ നന്നായി കഴുകിയാലും അമ്മ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റു പിണങ്ങില്ല. നല്ല രസമുണ്ട്. മീനൂട്ടി മുറ്റമടിച്ചാലും മുറ്റം നന്നാവൂല. അതമ്മ അമ്മയുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് പുസ്തകത്തിൽ നിന്ന് നോക്കി മേടിച്ചതാ. റെക്കോർഡ് ചെയ്തതാണ്, അമ്മയാണ് കഷ്ടപ്പെട്ടത്. എന്നിട്ട് അമ്മ തന്നെ കൊണ്ട് പഠിപ്പിച്ച് ഞാൻ പാടിയതാ. ആണല്ലേ, കൊള്ളാം കേട്ടാ. വാസു, പിന്നെന്തൊക്കെയാണ് വിശേഷം? വാസു, ഇന്ന് എനിക്കൊരു സങ്കടമുള്ള കാര്യമുണ്ട്. എന്റെ മുത്തശ്ശി എന്നായിട്ട് പോയി. എപ്പോ ആണോ? ഓക്കെ. എന്നായിരുന്നു? പന്തിന്റെ അന്ന്. ഓ മനസ്സിലായി. കുറച്ചു ദിവസം മുമ്പ്. പ്രാർത്ഥിക്കാട്ടോ. അതെ, മുത്തശ്ശിക്ക് എന്റെ മുത്തശ്ശിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരണം പറഞ്ഞത്. റെഡി ആയിരിക്കായിരുന്നു, അപ്പ പോയതാ. ആണോ? ഓക്കെ. പ്രാർത്ഥിക്കാട്ടോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? മാടത്തക്കിളി. ആയി, ബാക്കി ഡീറ്റെയിൽസ് പോരട്ടെ. സിനിമ വജ്രം. പാടിയത് യേശുദാസ് സാറും വൈശാഖങ്ങളും. സംഗീതം ബച്ചൻ സാർ. എഴുതിയത് വൈലപ്പള്ളി ശ്രീധരൻ മേനോൻ സാർ. വെരി ഗുഡ്, മിടുക്കി. അപ്പൊ നന്നായി പാടണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് മുത്തശ്ശിക്ക് ഡെഡിക്കേറ്റ് ചെയ്താലോ ഈ പാട്ട്? അതെ അല്ലേ, അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് പാടാട്ടോ. ഓക്കെ. മാടത്തക്കിളി പാടത്തെന്തു വിശേഷം? മാടത്തക്കിളി പാടത്തെന്തു വിശേഷം? ചൊല്ലുക പാടത്തെന്തു വിശേഷം? പാടത്തെല്ലാം വിത്തു വിതച്ചു, പയ്യെ ചുണ്ടും കീറി മുളച്ചു, ഒരു മഴ കിട്ടാൻ ഉയറും ഞാറിന്നോമൽ പീലി കരിഞ്ഞു, പൊന്നോമൽ പീലി കരിഞ്ഞു. മാടത്തക്കിളി പാടത്തെന്തു വിശേഷം? ചൊല്ലുക മാടത്തെന്തു വിശേഷം? മാടത്തക്കിളി മാനത്തെന്തു വിശേഷം? ചൊല്ലുക മാനത്തെന്തു വിശേഷം? മാനത്തിൽ ഒരു കാതിലെന്നാലേ
പാടത്തെന്തു വിശേഷം? ചൊല്ലുക പാടത്തെന്തു വിശേഷം? പാടത്തെല്ലാം വിത്തു വിതച്ചു പയ്യെ ചുണ്ടും കീറി മുളച്ചു ഒരു മഴ കിട്ടാനുയറും ഞാറിന്നോമൽ പീലി കരിഞ്ഞു പൊന്നോമൽ പീലി കരിഞ്ഞു. മാടത്തക്കിളി പാടത്തെന്തു വിശേഷം? ചൊല്ലുക പാടത്തെന്തു വിശേഷം? മാടത്തക്കിളി പാടത്തെന്തു വിശേഷം? ചൊല്ലുക പാടത്തെന്തു വിശേഷം? കുറസേ കലക്കി. വാസുകുട്ടി, എന്താ? നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നോ? എന്താ ചോദിച്ച കേട്ടില്ലേ? അങ്ങനല്ല, എന്താന്നാ ചോദിച്ചേ? അവളുടെ മുഖം കണ്ടോ? അവള് ചിരിച്ചോണ്ടാ ചോദിക്കുന്നത്. ചേച്ചേ ആ കണ്ടോ? എന്തോന്നാണോ? ആ എന്തോന്നാണോ? കണ്ടോ? ഒട്ടിക്ക് ദേഷ്യമൊന്നുമില്ല. ഇത്ര നല്ല പാട്ട് പാടിയിട്ട് എങ്ങനെ ദേഷ്യം വരാനല്ലേ? നല്ല പാട്ടല്ലേ പാടിയത്? സംശയമാണോ? കുറച്ച് ആണോ? ഏത് ഭാഗത്താ സംശയം? എവിടെയെങ്കിലും ശരിയില്ലാണ്ടായോ പാടിയത്? തെറ്റിപ്പോയോ? എവിടെ തെറ്റിപ്പോയി? ഫസ്റ്റ് തന്നെ മാടത്തക്കിളി പാടത്തെന്ത് വിശേഷം എന്ന് പറയില്ലേ, അവളുടെ ഞാൻ മാടത്തെന്ത് വിശേഷം മാറിപ്പോയി. ഓർക്കുന്നുണ്ട്. ഇതാരെ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചെന്നേ? അമ്മേനോട് ചോദിച്ചു നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടെന്ന്. ചോദിച്ചോക്ക്. അമ്മക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അപ്പൊ നേരത്തെ പാടിയത് മാടത്തക്കിളി പാടത്തക്കിളി അല്ലേ? അങ്ങനെയല്ലേ? മാടത്തെന്ത് വിശേഷം? മാർക്ക് കുറയോ? മാർക്ക് അല്ല, നമ്മള് ശരിക്കും പാടത്തക്കിളി മാടത്തെന്ത് വിശേഷം എന്നല്ലേ? അങ്ങനെയല്ലേ? കറക്റ്റ്. പിന്നെ എന്തിനാ അങ്ങനെ പാടിയേ? ഞാൻ മാടത്തക്കിളി എന്നാ പാടിയേ. അതെ, പിന്നെ മാടത്തെന്ത് വിശേഷം എന്ന് പാടി എന്തിനാ? തെറ്റിപ്പോയി. എനിക്ക് എപ്പോഴും ആ വാർത്ത കൺഫ്യൂഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോ വരെ. ആണല്ലേ? ഓ, അപ്പോഴും മാറിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലേ? മാടത്തിൻ കഥ എന്തോ എന്ന് പാടിയില്ലേ? ആ, മാടത്തിൻ കഥ എന്തോ ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലേ നമുക്ക്? അതെ. മാടത്തിൽ കഥ എന്താന്ന് ശരിക്കും ഉള്ള പാടില്ലേ സിനിമയിലെ? അതിനകത്ത് എങ്ങനെ? അതിഷ്ടാണോ? മാടത്തിൽ കഥ എന്താന്ന് കഴിഞ്ഞിട്ട് എന്താ? എങ്ങനെ? അങ്ങനെ. ആ, അതാണ് അവരെ കേൾപ്പിച്ചത് കോറസുകാര്. അതിഷ്ടാണോ കുഞ്ഞിന്? അത് ഫ്ലൂട്ട് കേൾപ്പിച്ചില്ലായിരുന്നു. ഒന്ന് പാടിക്കൊടുക്കുവോ? പാടിക്കൊടുത്തേ. മാടത്തിൻ കഥ എന്തോ? മാടത്തക്കിളി മാടത്തിൽ കഥ എന്തോ, മാടത്തിൽ കഥ എന്തോ. ഇതാ അതെ. അതിഷ്ടാണോ? ആദ്യം തുടങ്ങിയപ്പോ അതെ, ഹരി ആദ്യം തുടങ്ങിയതാന്ന് തോന്നുന്നു ആ ശബ്ദം. എങ്ങനെയാ? ഇതാണോ? അതാണോ? അതാണ് ഇഷ്ടം. ആ ഭാഗം മാത്രം, ബാക്കിയൊന്നും സെറ്റായില്ല. ആ ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? മിടുക്കിയാണ് അവൾ. ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുന്നുണ്ടോ ചേട്ടാ? ഓർക്കസ്ട്രയിലെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയാണ്. ഡീറ്റെയിൽസില് മറ്റേ യേശുദാസ് സാറ് മാത്രം പേര് പറഞ്ഞു.
മറന്നു പോകും. അതെന്താ അങ്ങനെ അത് മറക്കണേ? മാത്രം മറന്നുപോകും. പക്ഷെ ഇവിടെ വന്നപ്പോ മറന്നില്ല. ആ. കണ്ടോ, ഇടയ്ക്ക് വിശപ്പ് വന്നോ? ഇങ്ങനെയൊക്കെയല്ലോ, പാട്ടില് ഇങ്ങനെയൊക്കെയല്ലോ. ഭയങ്കര വിശപ്പായിരുന്നല്ലോ പാട്ടില്. അത് പാട്ടില് ആ, ഉടനെ ഇങ്ങനെ ഇങ്ങനെ കൈക്ക് കൊണ്ട് ഇങ്ങനെ. എന്നിട്ടൊരു ചിരിയും വിശക്കുമ്പോ. പിന്നെ ആ ഡാൻസ് മറന്നുപോയല്ലേ ആദ്യം മറന്നുപോയി ഡാൻസ് കളിക്കാൻ. എന്നിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഡാൻസ് ചെയ്യാൻ ഒരു ഡാൻസ് ഉണ്ടായിരുന്നല്ലോ. അതൊരു വീശായിരുന്നു, കൈ വെച്ച് ഇങ്ങനെ. അതെ. എങ്ങനെയായിരുന്നു കാണിച്ചേ? ഓ ടഫ് സ്റ്റെപ്സ് ആട്ടോ. സ്കൂളിലൊക്കെ എല്ലാരും എന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് ഒക്കെ പാട്ടൊക്കെ കേട്ടിട്ട്? എന്റെ സ്കൂളിലെ ടീച്ചറ് ചില സമയത്ത് പാട്ട് പാടാൻ പറയും, ചില സമയത്ത് എന്റെ ഫ്രണ്ട്സ് പാട്ട് പാടാൻ പറയും. ഒരു ദിവസം പിന്നെ ഒരു കുട്ടീനോട് കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. അയ്യോ, എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നു വിചാരിച്ച് ഞാൻ ഡെസ്കിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കും. ശല്യമായി മാറി. ഇതൊരു ശല്യമായി മാറി. എല്ലാ ദിവസവും എല്ലാരും വന്ന് ഓരോരുത്തരായിട്ട് വന്ന് പല പല പാട്ടുകൾ പാടിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ നേരെ ഡെസ്കിന്റെ ചോട്ടിലേക്ക് വന്നാ മതിയല്ലോ എല്ലാവർക്കും. വാസുകയുണ്ടോ? ബെഞ്ചിന്റെ അടിയിൽ പോയി നോക്കും ഇങ്ങനെ. ഓഡിയൻസ് എല്ലാം എല്ലാവരെല്ലാം കാണുന്നുണ്ടാവും. കുട്ടികളൊക്കെ കണ്ടു. കുട്ടികളൊക്കെ കാണുന്നുണ്ടാവും. ഇനിയിപ്പോ നേരെ ഡെസ്കിന്റെ ഡെസ്കിന്റെ അടിയിൽ വന്ന് നോക്കും. ഹായ് വാസുകി. ഡെസ്കിന്റെ അടിയിൽ ഇരിക്കുമ്പോ നല്ല രസമുണ്ടോ? ഇല്ലേ? ഡെസ്കിന്റെ അടിയിൽ ഇരിക്കുമ്പോ ഓരോ കുട്ടികളെ തോണ്ടിട്ട് വേഗം ഇരിക്കാം. അപ്പൊ എന്താ ചോദിക്കാം. അപ്പൊ ഞാൻ തോണ്ടിയില്ലല്ലോ. മൊത്തം കുറുമിയാണ് അല്ലേ? അല്ല, എന്ത് രസം അവള് പറയുന്നത് കേൾക്കാം. ഇതൊക്കെ ഇത് ചെയ്യാത്ത ആരും കൊണ്ടാവോ? അതേപോലെ എല്ലാ കാലഘട്ടത്തും ഇത് ഉണ്ടെന്ന്. എല്ലാവരും ചെയ്യണതായത്. സ്കൂളില് നമുക്ക് നമ്മൾ പ്ലേ ചെയ്യുമ്പോ നമ്മൾ ഇങ്ങനെ എവിടെയും തട്ടി വീഴില്ല. അപ്പൊ അതിനൊക്കെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ചേച്ചിമാരുണ്ട്. അപ്പൊ ആ ചേച്ചിമാർ കുറെ നാളായി പറയണു, നിന്റെ സ്കൂളിലും പിന്നെ ചേച്ചിമാർക്കും ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒരു ഹായ്. എല്ലാവർക്കും പ്ലേ ചെയ്യുമ്പോ സഹായിക്കുന്ന ചേച്ചിമാർക്ക്. പ്ലേ ചെയ്യുമ്പോ സഹായിക്കണല്ലോ, പ്ലേ ചെയ്യുമ്പോ വീഴുമ്പോ പിന്നെ നമ്മളുടെ ക്ലാസ്സിൽ വെള്ളമായ തുടക്കാൻ. അയ്യോ, ചേച്ചിയുടെ പേരെന്താ? ആ ചേച്ചിയുടെ കൊറേ ചേച്ചിമാർ. എല്ലാ ചേച്ചിമാർക്കും. സ്കൂളിന്റെ പേരെന്താ? ചിന്മയ വിദ്യാലയ തൃശ്ശൂര്. ചിന്മയ വിദ്യാലയ തൃശ്ശൂരിലുള്ള എല്ലാ ചേച്ചിമാർക്കും ഹായ്. നമുക്ക് അവിടെ മുട്ടായി തട്ടി വീഴ്ത്തണ്ടേ? ആ അതെ, വീഴ്ത്തട്ടെ. പോരട്ടെ ഒരു മധുരമഴ. മാടത്തക്കിളി മാടത്തക്കിളി മാനത്തെന്തു വിശേഷം, ചൊല്ലുക മാനത്തെന്തു വിശേഷം. മാനത്തിൽ ഒരു കാതിൽ ചെന്നോ? പല്ലില്ലാതെ എങ്ങനെ കഴിക്കും ഇതൊക്കെ? കുഴപ്പമില്ല, അവള് ബാക്കിയുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ചിറകുവിരുത്തിക്കാർന്നിടയെത്തിപ്പെയ്താലോ, മാമഴ പൊത്തിയിട്ടൊന്നു ജിനുക്കുകിലാവണിയാറു തുഴയ്ക്കൂലോ. മാടത്തക്കിളി ബൈ ബൈ. മാടത്തക്കിളി മാനത്തെന്തു വിശേഷം.